ഇന്ന് വിജയദശമിയാണ്. 10 ദിവസത്തെ നവരാത്രി ഉത്സവത്തിന് സമാപനം കുറിച്ച് 11ാം ദിവസമാണ് ഇത്തവണത്തെ വിജയദശമി. 100 കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്ന് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർമാരെല്ലാവരും റെഡിയാണ്. വിവിധയിടങ്ങളിലായി എല്ലാവരും സജ്ജരാണ്. നമുക്ക് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. പൂജപ്പുരയിലെ നവരാത്രി മണ്ഡപത്തിൽ നിന്ന് ദേവിക ചന്ദ്രനിൽ ചേരുകയാണ്. ദേവികയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ദേവിക, നമുക്കറിയാം പൂജപ്പുരയിൽ 10 ദിവസമായി തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നിപ്പോൾ ഈ ഒരു പ്രത്യേക ദിനത്തിൽ ആ തിരക്ക് നന്നായി കൂടിയിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും ഓണക്കാലം കഴിഞ്ഞ് വീണ്ടും ആ ഒരു വൈബിലേക്ക് ഈ തലസ്ഥാന നഗരം കടക്കുന്നത് ഈ പൂജപ്പുരയിലുള്ള ഈ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാവുമ്പോൾ ആ ഒരു സമയത്താണ്. വലിയ തിരക്കാണ് ആദ്യ ദിനം മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ നവരാത്രി ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിജയദശമി ദിനമെന്ന് പറയുന്നത്. ഇന്ന് ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ ആയിരക്കണക്കിന് കുരുന്നുകൾ എത്തുന്നുണ്ട്. സ്വാതി തിരുനാൾ മണ്ഡപത്തിലും ചിത്തിര തിരുനാൾ മണ്ഡപത്തിലുമായി അനേകം കുരുന്നുകളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിക്കാൻ എത്തുന്നത്. ഈ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഈ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കാൻ എത്തിയിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ MLA അടക്കമുള്ളവർ ഈ പൂജപ്പുര നവരാത്രി മണ്ഡപത്തിലുണ്ട്. ഇന്ന് രാവിലെ 4 മണിക്ക് നട തുറന്നതിന് ശേഷം ദേവിയെ ഒരു നോക്ക് കാണാനും കുരുന്നുകളെ ഈ ആദ്യാക്ഷരം കുറിപ്പിക്കാനും വേണ്ടി വലിയ തിരക്കാണ് ഈ ഒരു പൂജപ്പുര ക്ഷേത്ര പരിസരത്താകെ അനുഭവപ്പെടുന്നത്. 5:30ക്കാണ് ഇവിടെ വിദ്യാരംഭം ആരംഭിച്ചത്. ഈ അല്പസമയത്തിനകം സംഗീത വിദ്യാരംഭത്തിനും ഈ പൂജപ്പുര നവരാത്രി മണ്ഡപത്തിൽ തുടക്കമാകും. ഇവിടെ ഏറ്റവും പ്രത്യേകത എന്നുള്ളത് ഈ വേളിമല കുമാരസ്വാമിക്ക് ഭക്തി നിർഭരമായ സ്വീകരണം ഇന്ന് 9 മണിയോടെ നൽകും. നമുക്കറിയാം ഈ തമിഴ്നാട്ടിൽ നിന്നും 3 ദേവതമാരുടെ വിഗ്രഹങ്ങൾ ഈ അനന്തപുരിയിലേക്ക് എത്തുമ്പോഴാണ് അനന്തപുരിയുടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. ഈ ഉദിത്നങ്കാദേവി, കുമാരസ്വാമി, സരസ്വതി ദേവി, പത്മനാഭപുരം കൊട്ടാരക്കെട്ട് തേവാരക്കെട്ടിൽ നിന്നുമുള്ള ഈ സരസ്വതി ദേവി, ഇവരുടെ വിഗ്രഹങ്ങൾ ഈ തലസ്ഥാന നഗരിയിലേക്ക് എത്തുമ്പോഴാണ് തലസ്ഥാനത്തിൻ്റെ യഥാർത്ഥ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. കുമാരസ്വാമിയുടെ വെള്ളിക്കുതിര ഇന്ന് ഈ പൂജപ്പുര മണ്ഡപത്തിലെത്തും. ഈ വിഗ്രഹത്തെ കാണാനും ഈ കാവടി ഘോഷയാത്ര കാണാനും ആദ്യാരംഭം കുറിപ്പിക്കാനുമായി ആയിരക്കണക്കിന് പേരാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും എല്ലാ കുരുന്നുകളും ഇത്തരത്തിൽ ഈ ആദ്യാക്ഷരത്തിൻ്റെ മധുരം നുകരുമ്പോൾ ഇവിടെ ആ ഒരു സന്തോഷത്തോടൊപ്പം നമ്മളും പങ്കുചേരുകയാണ്. ശ്രീജ. ശരി ദേവിക, ഇപ്പോൾ പൗർണമിക്കാവിൽ നിന്ന് ആതിര കൂടി ചേരുകയാണ്. ആതിര, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? ചടങ്ങുകളൊക്കെ ആരംഭിച്ചോ? ശ്രീജ, ഇന്ന് നവരാത്രി മഹോത്സവത്തിൻ്റെ ഇന്ന് വിദ്യാരംഭം കുറിക്കുവാനായി കുരുന്നുകളൊക്കെ തന്നെ ഒരുങ്ങുകയാണ്. ഞാൻ ഇപ്പോഴുള്ളത് തിരുവനന്തപുരം വെങ്ങാനൂരിലെ പൗർണമി കാവിലാണ്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് 51 അക്ഷരദേവതകളുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിദ്യാരംഭ ദിവസത്തിൽ ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്നത് അത്രയധികം ശ്രേഷ്ഠമായാണ് കരുതപ്പെടുന്നത്. ഇവിടെ ഏകദേശം 8 മണി 8:30യോടുകൂടിയാണ് ഈ വിദ്യാരംഭം കുറിക്കുവാനായി കുരുന്നുകളൊക്കെ തന്നെ എത്തിത്തുടങ്ങുക. അതുപോലെ തന്നെ ഈ സാമൂഹ്യ രംഗത്ത് നിന്നും സാംസ്കാരിക രംഗത്ത് നിന്നുമുള്ള നിരവധി പ്രമുഖരാണ് ഇവിടെ ഈ വിദ്യാരംഭ ചടങ്ങുകളുടെ ഭാഗമായി അതിഥികളായി എത്തുക. ഈ ക്ഷേത്രത്തിൽ എല്ലാ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഭക്തജനങ്ങളും അതുപോലെ തന്നെ കുരുന്നുകളും ഒക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. പക്ഷേ ഒരു ഏകദേശം 8 മണിയോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ ക്ഷേത്രത്തിൽ ഉണ്ടാകും. ഒരുക്കങ്ങളൊക്കെ ഏകദേശം ഏതുവരെയായി എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോട് ചോദിക്കാം. നമ്മളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി തട്ടം മാത്രം വെച്ചാൽ മതി. അതിഥികൾ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം റെഡിയാക്കും. സകല ഒരുക്കങ്ങളും പൂർത്തിയായി. 51 അക്ഷരദേവികളെ പ്രതിബിംബമായിട്ട് 51 വിളക്ക്, 51 വീണ എല്ലാം വെച്ചു. സരസ്വതി ദേവിയുടെ എല്ലാ മണ്ഡപത്തിലെ സകല ഒരുക്കങ്ങളുമായി പൂജ എഴുത്തിനിരുത്താനുള്ള സകല ഒരുക്കങ്ങളും പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞു. എത്ര കുട്ടികളാണ് ഇപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നമ്മളിവിടെ 400 ചില്ലുമാനം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ധാരാളം കുട്ടികൾ വരും. കുട്ടികളെ അച്ഛനമ്മമാരുടെ കൂടെ എഴുത്തിനിരുത്താനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ട്. കുട്ടികളെ അച്ഛനമ്മമാർക്ക് എഴുതുന്നുള്ളവർക്ക് അവർക്കും എഴുതിപ്പിക്കാം. അതുപോലെ തന്നെ വാദ്യോപകരണ വാദനങ്ങൾ അവർക്ക് തുടക്കം കുറിക്കുന്നതിനും ഇവിടെ അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ പിന്നെ പ്രായമായ ആളുകൾക്കും അക്ഷരദേവി പ്രതിഷ്ഠാ ക്ഷേത്രമായതുകൊണ്ട് പ്രായമായ ആളുകൾക്കും എഴുതാനുള്ള സൗകര്യം ഈ ക്ഷേത്രത്തിലുണ്ട്.
കുറച്ചുകൂടെ ഭക്തജന തിരക്കൊരു ഏകദേശം 8 മണിയോട് കൂടി ആകുമ്പോഴായിരിക്കും അല്ലേ? 9 മണിയാകുമ്പോൾ ഫുൾ സ്ട്രിങ്ങിലാവും. ഭക്തജനങ്ങളുടെ തിരക്ക് 9 മണിയാകുമ്പോൾ ഫുൾ സ്ട്രിങ്ങിലായിരിക്കും. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്രീജ. കാരണം ഇപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഒരു 8 മണി 8:30 ആയിരിക്കും ഈ വിദ്യാരംഭ ചടങ്ങുകൾ. കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കുവാനായി ഇവിടെ എത്തി തുടങ്ങുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഇനി കുരുന്നുകൾക്കായുള്ള കാത്തിരിപ്പിലാണ്. ഏതായാലും ഇനി ഒരു അല്പസമയത്തിനകം തന്നെ ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഈ പൗർണമിക്കാവിൽ 8:30 ആയിരിക്കും ഈ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കുക. ഇപ്പോൾ ഭക്തജനങ്ങളൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങുന്ന ഒരു കാഴ്ചയാണ്. കുരുന്നുകൾ ഒക്കെ തന്നെ എത്തിത്തുടങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഒക്ടോബർ 7-നാണെന്ന് ഞാൻ കരുതുന്നു ഇതിന്റെ ഒരു സമാപനം. ഈ നവരാത്രി മഹോത്സവത്തിന്റെ സമാപനം ഒക്ടോബർ 7 നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ ഈ വിജയദശമി ദിനത്തോടനുബന്ധിച്ച് ഇവിടെ വലിയ രീതിയിൽ ഉള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെ ഈ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. അതിനൊക്കെയുള്ള ഒരു സമാപനത്തിലേക്ക് അടുക്കുകയാണ്. ഇന്ന് വിജയദശമി ദിനത്തിൽ വിദ്യാരംഭം കുറിക്കുന്നതോടുകൂടി നവരാത്രി മഹോത്സവത്തിന്റെ ഒരു സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും പൗർണമിക്കാവ് പൂർണ്ണ സജ്ജമാണ്. വിദ്യാരംഭം കുറിക്കുവാനായി കുരുന്നുകൾ ഇനി എത്തിയാൽ മാത്രം മതി. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുക്കി ആ കുരുന്നുകൾക്കായുള്ള കാത്തിരിപ്പിലാണ്. ശരി, അതിര സൂചിപ്പിച്ച പോലെ എന്തായാലും പൗർണമിക്കാവിൽ ചടങ്ങുകൾ ആരംഭിച്ചിട്ടില്ല. കുറച്ചു സമയം എടുക്കും, 8:30 ആകുമെന്നാണ് അതിര പറയുന്നത്. നമുക്ക് പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ശ്രീജിത്ത് നായർ അവിടെ നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, പക്ഷേ പുലർച്ചെ 4 മണിയോടെ തന്നെ അവിടെ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. നല്ല തിരക്കാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? ശ്രീജ, നമ്മുടെ ദക്ഷിണ മൂകാംബിക, അതായത് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ തന്നെ ഒരു പവിത്രതയും ചൈതന്യവും ഉൾക്കൊള്ളുന്ന ക്ഷേത്രമായിട്ടാണ് പനച്ചിക്കാട് ദേവീക്ഷേത്രത്തെ കരുതുന്നത്. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്, ഒരു സരസ്വതി ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്ഷിതാക്കളോടൊപ്പം കുട്ടികൾ ഇവിടെ എത്തിച്ചേരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 മണിക്ക് തന്നെ ഇവിടുത്തെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. അത് വൈകിട്ട് 4 മണി വരെ തുടരുക തന്നെ ചെയ്യും. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ 2 ദിവസങ്ങൾ മാത്രമല്ല, ഈ പൂജ വെക്കുന്ന ദിവസം 2 ദിവസം ഒഴിച്ച് ബാക്കി മുഴുവൻ ദിവസങ്ങളിലും എഴുത്തിനെഴുതാൻ കഴിയുന്ന സരസ്വതി ക്ഷേത്രം കൂടിയാണ് ഈ ഒരു പനച്ചിക്കാട് ദേവീക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മളുടെ ഈ ദേവിയുടെ ഒരു പ്രത്യേകത, അതായത് ശ്രീകോവിലോ സോപാനമോ ഇല്ലാത്തൊരു സ്ഥലത്താണ് ദേവി കുടികൊള്ളുന്നത്. ഇത് പ്രധാനമായും 2 പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണ്. വിഷ്ണു സന്നിധിയും സരസ്വതി സന്നിധിയുമാണ് ഇവിടെയുള്ളത്. വിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തായിട്ട് താഴേക്ക് പടികൾ ഇറങ്ങിച്ചെന്നാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ പനച്ചി വള്ളിക്കുടിയിനുള്ളിലാണ് ദേവിയുടെ വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കാണുന്ന വിഗ്രഹം ഒരു മൂലവിഗ്രഹത്തിന് എതിർവശത്തായി പ്രതിവിഗ്രഹമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വിഗ്രഹമാണ്. വളരെ ചൈതന്യമുള്ള വിഗ്രഹമാണ് മൂലവിഗ്രഹം. അതുകൊണ്ട് അതിൽ നേരിട്ട് പൂജകൾ അർപ്പിക്കാതെ പ്രതിവിഗ്രഹത്തിലേക്കുള്ള പൂജകൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പിൻവശത്തായി തന്നെ നമുക്ക് പൂജ വെക്കാനുള്ള സരസ്വതി മണ്ഡപം ഒരുക്കിയിട്ടുണ്ട്. അവിടെ രാവിലെ 4 മണിയോട് തന്നെ പൂജ, അതായത് വിദ്യാരംഭത്തിന് ചടങ്ങുകൾക്ക് മുമ്പായി പൂജ എടുപ്പ് നടന്നിരുന്നു. പെരിഞ്ചേരിമന വാസുദേവൻ നമ്പൂതിരി പാടിൻ്റെ നേതൃത്വത്തിൽ മുഖ്യ കർമ്മത്വത്തിലാണ് പൂജാ നടപടികൾ ആരംഭിക്കുന്നത്. ഈ സരസ്വതി മണ്ഡപത്തിന് എതിർവശത്തായിട്ടാണ് പ്രധാനമായും വിദ്യാമണ്ഡപം ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ ഏതാണ്ട് 56 ഗുരുക്കന്മാർ, ആചാര്യന്മാരാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. വിപുലമായ ഒരുക്കങ്ങൾ ഇവിടെ പൂർണ്ണമായും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ സുഗമമായി ഇന്ന് എഴുത്തിനിർത്താൻ കഴിയുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. കാരണം ചില സമയങ്ങളിലൊക്കെ ഇവിടെ മഴ ഒരു തടസ്സം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി നല്ല തെളിഞ്ഞ അന്തരീക്ഷം, കുട്ടികൾ വളരെ സന്തോഷവാന്മാരായി തന്നെ ആദ്യ അക്ഷരം അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് പകരാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയും എല്ലാം തന്നെ വളരെ പൂർണ്ണമായും ഈ അധികാരികൾ സജ്ജീകരിച്ചിരിക്കുന്നതുകൊണ്ട് വളരെ സുഗമമായി തന്നെ ഈ എഴുത്തിനിർത്തി ചടങ്ങുകൾ പുരോഗമിക്കും. മാത്രമല്ല നമുക്ക് കാണാനാവുന്ന പോലെ തന്നെ ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ എതിർവശത്തായ ഒരു അരമതിലിൽ ഈ പൂഴിമണൽ നിറച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാവരും തന്നെ ആദ്യാക്ഷരം കുറിക്കുന്നവർ മാത്രമല്ല, നമ്മൾ അക്ഷരലോകത്ത് ഉള്ള എല്ലാവരും തന്നെ വീണ്ടും അവരുടെ ചടങ്ങുകൾ പുതുക്കുന്നതിൻ്റെ ഭാഗമായി ഹരിശ്രീ കുറിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ പ്രത്യേകമായി തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. അത് പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് ദേവിയുടെ തൊട്ടു മുമ്പിൽ തന്നെ നിന്ന് ഹരിശ്രീ തങ്ങളുടെ അക്ഷരലോകത്തെ ആ അക്ഷരപുണ്യത്തിൻ്റെ ചൈതന്യം വീണ്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നു ഒരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട്. സമാനമായൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് ചോറ്റാനിക്കരയിലും കാണാൻ. പക്ഷേ ചോറ്റാനിക്കരയിൽ അല്പസമയം കഴിഞ്ഞ് ഒരു 8 മണിയോടുകൂടി മാത്രമേ, 12 പൂജ കഴിഞ്ഞ ശേഷം മാത്രമേ അവിടെ ഇന്നത്തെ എഴുത്തിനിർത്തി ചടങ്ങുകൾ ആരംഭിക്കുള്ളൂ. പക്ഷേ അവിടെ പൂർണ്ണമായും സജ്ജമാണ്. മാത്രമല്ല അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ കലാപരിപാടികൾ നടന്നിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി ഇന്നും കലാപരിപാടികൾ നടക്കുന്നുണ്ട്. ഇതേ സമാനമായ സാഹചര്യത്തിൽ വടക്കൻ പറവൂരിലെ ദക്ഷിണ മൂകാംബിക എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രമുണ്ട്. അവിടെയും സമാനമായ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും സരസ്വതി ചൈതന്യം
നിന്ന് തന്നെ അങ്ങനെ തന്നെ ആവർത്തിക്കപ്പെട്ട സ്ഥലമായാണ് കരുതുന്നത്. അവിടെ പറവൂരിലെ നാടുവാഴിയായിരുന്ന ഒരു തമ്പുരാൻ കൊല്ലൂർ മൂകാംബിക ഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസപ്രകാരം ആണ് ആ ക്ഷേത്രത്തിൽ സരസ്വതി ചൈതന്യം എത്തിപ്പെട്ടത്. അവിടെ സരസ്വതി ഒരു വെള്ള വസ്ത്രത്തിൽ അല്ലെങ്കിൽ സരസ്വതി പുറത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കരുതപ്പെടുന്നത്. അവിടെ സരസ്വതി ചൈതന്യം പുറത്തേക്ക് ആവാഹിച്ച ശേഷമാണ് അവിടെ ഈ തരത്തിലുള്ള വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മധ്യ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ വളരെ സുഗമമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീജ. ശരി ശ്രീജിത്ത്, ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനശ്ശിക്കാട് ദേവീക്ഷേത്രത്തിൽ അറിവിൻ്റെ അധ്യക്ഷം കുറിക്കാനായി ആയിരങ്ങൾ ഇപ്പോൾ തന്നെ എത്തി തുടങ്ങിയിരിക്കുന്നു. പുലർച്ചെ 4 മണിയോടെ തന്നെ അവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ പലയിടത്തും ഇപ്പോഴും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഉത്തരേന്ത്യയിലേക്കൊന്ന് പോയി വരാം. വിജയദശമി അവിടെയും വിപുലമായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലുമൊക്കെ വിപുലമായി വിദ്യാരംഭ ചടങ്ങുകളുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? 100 കണക്കിന് കുട്ടികൾ തന്നെയല്ലേ അധ്യക്ഷരം കുറിക്കാനായി ക്ഷേത്രത്തിൽ എത്തുക? 8 മണി മുതലാണോ വിദ്യാരംഭ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക? ശ്രീജ, ഗുഡ് മോർണിംഗ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാനത്ത് നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളുടെ അതിൻ്റെ ഒരു പ്രൗഢിയും ഒപ്പം തന്നെ ആഘോഷവും കുറയാതെ തന്നെയാണ് ഉത്തരേന്ത്യയിലും വിദ്യാരംഭ ചടങ്ങുകളും ഒപ്പം തന്നെ വിജയദശമി ആഘോഷമൊക്കെ തന്നെ നടക്കുന്നത്. അതിലേറ്റവും പ്രധാനമായും വിദ്യാരംഭ ചടങ്ങുകളും വിജയദശമി ആഘോഷമൊക്കെ നടക്കുന്നത് ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ മയൂർ വിഹാറിലുള്ള ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. അവിടെ 100-ലധികം കുരുന്നുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിദ്യാരംഭ ചടങ്ങുകൾക്ക് ആയി. അങ്ങനെ അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ ഈ കുരുന്നുകൾ മാത്രമല്ല, കുരുന്നുകൾ അവരുടെ ആദ്യാക്ഷരം കുറിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ അവരുടെ വിദ്യ വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കുന്നതിനായി വീണ്ടും എഴുതി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് വിദ്യാരംഭത്തിന്റെ ദിവസം. അതുകൊണ്ട് തന്നെ മലയാളികൾ നിരവധിയായി എത്തുന്ന ക്ഷേത്രത്തിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. 2 തരത്തിൽ ഇപ്പോൾ ഉത്തര ഗുരുവായൂരപ്പനെ സംബന്ധിച്ച ഒന്ന് വിജയദശമി ആഘോഷത്തിന്റെ നിറവിലാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടത് കോടിയർച്ചന ഒരുപക്ഷെ വളരെ അപൂർവം മാത്രം ക്ഷേത്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്, അപൂർവമായ ചടങ്ങാണ്. ആ ചടങ്ങിന് കൂടിയാണ് വളരെ വൈകാതെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന 6-ാം തീയതി മുതലാണ് കോടിയർച്ചനയ്ക്ക് തുടക്കം. ആദ്യം നമുക്ക് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ വിദ്യാരംഭ ചടങ്ങുകൾ 8 മണിയോടുകൂടി ആരംഭിക്കാനുള്ളോ? അതെ, 8 മണിക്ക് ആരംഭിക്കും. ഏകദേശം 200 കുട്ടികളെ എഴുതുന്നതായിരിക്കും, വിദ്യാരംഭം കുറിക്കുന്നതായിരിക്കും. പിന്നെ 8 മണിക്ക് തുടങ്ങി ഒരു 10 മണിയോടുകൂടി അത് കഴിഞ്ഞാൽ പുസ്തകം എടുക്കും. ആൾക്കാർ പുസ്തകം വെച്ചിട്ടുണ്ട്, പൂജയ്ക്ക് ഇഷ്ടം പോലെ പുസ്തകം വെച്ചിട്ടുണ്ട്, അതെടുക്കും. പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വരുന്ന ഡിവോട്ടീസിന് മുഴുവൻ ഏകദേശം ഒരു 16 ആൾക്കാർ ഇന്ന് അമ്പലം വിസിറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപൂർവമായി നടക്കുന്നതാണ് കോടിയർച്ചന. നമ്മളിപ്പോൾ ക്ഷേത്രം കോടിയർച്ചനയിലേക്ക് പോകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 1 മാസത്തോളം 27 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷവും ഒപ്പം തന്നെ പൂജയും മറ്റ് അനുഷ്ഠാന ചടങ്ങുകളിലേക്കാണ് പോകുന്നത്. കോടിയർച്ചന 6-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 60 തിരുമേനിമാർ വന്നിട്ടുണ്ട് ഇവിടെ പൂജയ്ക്ക് സ്പെഷ്യലായിട്ട് ഈ കോടിയർച്ചന ചെയ്യാൻ വേണ്ടി. ഒക്ടോബർ 6 മുതൽ നവംബർ 2 വരെയാണ് അതിൻ്റെ ഡേറ്റ്. അതിൻ്റെ മുൻപായിട്ട് ഒരു ദീപജ്യോതി നമ്മൾ ഇവിടെ നമ്മുടെ കുരുക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. അത് 4-ാം തീയതി വൈകുന്നേരത്ത് ഇവിടെ വന്നിട്ട് നമ്മുടെ തന്ത്രിക്ക് കൈമാറും. അതിൻ്റെ യാഗശാലയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ നാളുകളിലും നമ്മൾ 27 നാളുകളിലും നമ്മൾ ഈ നമ്മുടെ കോടിയാർച്ചന നടത്തുന്നതാണ്. എല്ലാ ദിവസവും എല്ലാ നാളുകളും ചെയ്യും. അതുകൊണ്ട് ആരൊക്കെ എപ്പോഴെങ്കിലും ചെയ്യാം. ഇത് നോർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു കോടിയാർച്ചന കേരളത്തിന് പുറത്തുണ്ടായിട്ടില്ല. അപ്പോൾ അത് വലിയൊരു സക്സസ് ആയിട്ട് മാറാനുള്ളതാണ്. എല്ലാ നമ്മുടെ നോർത്ത് ഇന്ത്യൻസും സൗത്ത് ഇന്ത്യൻസും എല്ലാ ഇതിലും പങ്കെടുക്കുന്നുണ്ട്. ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ ഉള്ള, അതായത് ഡൽഹിയിൽ നിന്ന് മാത്രമല്ല, ഡൽഹിക്ക് പുറത്തുള്ള ഹരിയാന, ഉത്തർപ്രദേശൊക്കെയുള്ള മലയാളികൾ എല്ലാവരും എത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാൻ പറ്റും. എത്രത്തോളം മലയാളികളാണ്, എത്രത്തോളം ഭക്തരാണ് ഈ ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവരെല്ലാം തന്നെ ഇനി കാത്തിരിക്കുന്ന 8 മണിയോടുകൂടി തന്നെയാണ് ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ, പൂജയ്ക്ക് ഇരുത്തുന്ന ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാവുക. ആ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ്. കുരുന്നുകളുമായിട്ടാണ് എല്ലാവരും എത്തിയിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ശ്രീജ. ശരി പ്രശാന്ത്, എന്തായാലും ഉത്തരേന്ത്യയിലും ഒന്നും ഈ വിദ്യാരംഭത്തിൻ്റെ മാറ്റൊട്ടും കുറഞ്ഞിട്ടില്ല. പ്രശാന്ത് പറയുന്നത് പോലെ അവിടെയും വിപുലമായ ഒരുക്കങ്ങൾ തന്നെയാണ് ഉള്ളത്. നമുക്കെന്തായാലും കോഴിക്കോട് അഴകൂടി ക്ഷേത്രത്തിൽ നിന്ന് ലക്ഷ്മിപ്രിയ കൂടി ചേരുന്നുണ്ട്. ലക്ഷ്മിയിലേക്ക് കൂടി പോകാം. ലക്ഷ്മി, അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? അവിടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചോ? ഏതൊക്കെ പ്രമുഖരാണ് അവിടെ കുട്ടികളെ എഴുത്തി നിർത്താനായി എത്തിയിട്ടുള്ളത്?
ശ്രീജ, കുട്ടികളെല്ലാം ഇന്ന് അറിവിൻ്റെ ലോകത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഏതായാലും ഇവിടെ 8 മണിയോട് കൂടിയാണ് അടകോടി ക്ഷേത്രത്തിൽ ചടങ്ങുകളെല്ലാം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിജയദശമി ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളെല്ലാം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമുക്കിപ്പോൾ കാണാം ക്ഷേത്രത്തിനകത്തേക്ക് ആളുകൾ കയറാൻ, അതായത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവിടെ ദേവീനെ സന്ദർശിക്കാൻ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതൊരു 8 മണിയോട് കൂടി തന്നെയാണ് ഇവിടെ വിദ്യാരംഭത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ഷേത്ര കമ്മിറ്റി ആളുകളോട് തന്നെ ചോദിക്കാം കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഏതായാലും കഴിഞ്ഞ തവണ 600-ലധികം കുട്ടികൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇപ്പോൾ 250 കുട്ടികളാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും അതായത് അവസാന നിമിഷത്തിലടക്കം ആളുകൾ ഇവിടേക്ക് വിദ്യാരംഭത്തിനായി എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞല്ലോ, അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുക എന്നുള്ളൊരു ഇതാണ് വിജയദശമി ദിവസം നടക്കുന്നത്. ക്ഷേത്രത്തിൽ ഏതാണ്ട് 250ഓളം ബുക്കിംഗ് ആയിക്കഴിഞ്ഞു. ഇനിയും വരുന്ന ഏറ്റവും അവസാനം വരുന്ന ഒരു കുഞ്ഞിനെയും ആദ്യം അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചതിന് ശേഷമേ ഇവിടുന്ന് പറഞ്ഞയക്കാറുള്ളൂ. അപ്പോൾ അതിന് ഞങ്ങൾ സമയം പ്രശ്നമല്ല. പിന്നെ ആരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ മേൽശാന്തി ശ്രീ കൃഷ്ണപ്രസാദ് ഭട്ടും തൊട്ടടുത്ത കീഴ്ശാന്തിയായ കേശവൻ നമ്പൂതിരിയും കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ക്ഷേത്ര കമ്മിറ്റിക്കാരും പറയുന്നത്. കഴിഞ്ഞ തവണ 300-ലധികം ആളുകളും അതിന് മുൻ വർഷങ്ങളിലെല്ലാം 600-ലധികം ആളുകളടക്കം ഇവിടേക്ക് കുരുന്നുകളെ ആദ്യാക്ഷരം കുറിക്കാനായി എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും 8 മണിയോട് കൂടി തന്നെ ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കും. ശ്രീജ. ശരി ലക്ഷ്മി. കൊല്ലൂരിൽ നിന്ന് നമ്മുടെ പ്രതിനിധി അനൂപ് നീലേശ്വരം കൂടി ചേരുകയാണ്. അനൂപ്, കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ പുലർച്ചെ 3:30 മണിയോടെ തന്നെ വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ക്ഷേത്രത്തിൽ സരസ്വതി മണ്ഡപത്തിന് സമീപവും യാഗശാലയിലും പുറത്തുമൊക്കെയായി വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുകയല്ലേ? ശ്രീജ, വാഗ്ദേവതാ സന്നദ്ധിയായ കൊല്ലൂർ മൂകാംബികയിൽ പുലർച്ചെ 3:30 മണിയോടുകൂടി തന്നെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. ആയിരക്കണക്കിന് കുരുന്നുകളാണ് ഇവിടെ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനായി ദേവീ സന്നിധിയിൽ എത്തിയിരിക്കുന്നത്. സർവ്വവേദപ്പൊരുളായ അമ്മയുടെ സന്നിധിയിൽ വിദ്യാരംഭം കുറിക്കുക എന്നത് വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. കേരളത്തിൽ നിന്നടക്കം ആയിരക്കണക്കിന് കുരുന്നുകൾ എത്തിയിട്ടുണ്ട്. ഇതിനകം 1500ഓളം കുട്ടികൾ ഇവിടെ പുലർച്ചെ 3:30 മണിക്ക് ആരംഭിച്ച വിദ്യാരംഭ ചടങ്ങിൽ വെച്ച് ഹരിശ്രീ ആദ്യാക്ഷരം കുറിച്ചു കഴിഞ്ഞു. സരസ്വതി മണ്ഡപത്തോട് ചേർന്നുള്ള ചണ്ഡികാ യാഗശാലയിൽ നടന്നു വരുന്ന വിദ്യാരംഭ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. രാവിലെ 3:30 മണിക്ക് തന്നെ തുടങ്ങി. ആയിരക്കണക്കിന് മലയാളികൾ ദർശനത്തിനായും എത്തിയിട്ടുണ്ട്. 20ഓളം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു വരുന്നത്. രാവിലെ ഗണപതി മന്ത്രോച്ചാരണത്തോടു കൂടിയാണ് കൊല്ലൂരിൽ വിജയദശമി ദിനത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. 20ഓളം പുരോഹിതന്മാർ ഇതിനായി ഇവിടെ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന ചടങ്ങിനായി തയ്യാറായിട്ടുണ്ട്. അവർ അതിന്റെ കാർമ്മികത്വം വഹിച്ചു വരികയാണ്. അതിന്റെ തിരക്കിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലൂരിൽ മൂകാംബിക അമ്മയ്ക്ക് ഇന്ന് വിജയോത്സവ ദിനം കൂടിയാണ്. ഏറെ വൈകിട്ട് സൗവർണികാ തീരത്തെ ഓലക മണ്ഡപത്തിലേക്കുള്ള അമ്മയുടെ എഴുന്നള്ളത്ത് നടക്കുന്നതോടുകൂടിയാണ് പ്രസിദ്ധമായ നവരാത്രി മഹോത്സവത്തിന് കൊല്ലൂരിൽ സമാപനം കുറിക്കുക. പുലർച്ചെ 3:30 മണിക്ക് തുടങ്ങിയ വിദ്യാരംഭ ചടങ്ങുകൾ തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. കേരളത്തിൽ നിന്നടക്കം ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനായി എത്തിക്കഴിഞ്ഞു. 1500ഓളം കുട്ടികൾ ഇതിനകം ഇവിടെ ആദ്യാക്ഷരം കുറിച്ചു കഴിഞ്ഞു. ഇത് ഉച്ചവരെ തുടരുമെന്നാണ് നമുക്ക് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. ശ്രീജ.